രാമായണ കഥാസാരം 46 ഭാഗം. അവളുടെ ശരീരത്തിൽ നിന്ന് രക്തം നദി പോലെ ഒഴുകി. അവൾ വേഗം അവിടെ നിന്നും പാഞ്ഞ് ഖരന്റെ മുന്നിൽ വീണു കരഞ്ഞു. ഇത് കണ്ട ഖരൻ ചോദിച്ചു, നിന്നെ മൃത്യുവിന്റെ വക്രത്തിൽ അകപ്പെടുത്തിയവൻ ആരാണ്? പെട്ടെന്ന് പറയൂ. രാക്ഷസി പറഞ്ഞു, 2 മനുഷ്യൻ ഇതാ അടവിയിൽ വന്നിരിക്കുന്നു. കണ്ടാൽ സുന്ദരന്മാർ, പ്രസിദ്ധനായ ദശരഥന്റെ പുത്രന്മാർ. അവരുടെ കൂടെ ഒരു സ്ത്രീയുമുണ്ട്, രാമന്റെ ഭാര്യ. ജ്യേഷ്ഠന്റെ നിയോഗത്താൽ അനുജനാണ് ഇങ്ങനെ ചെയ്തത്. ശൂരപരാക്രമിയായ നീ അവരെ കൊന്നു അവരുടെ രക്തം നൽകിയാൽ അത് കുടിച്ച് ഞാൻ തൃപ്തയാകാം. ഇത് കേട്ട ഖരൻ 14 വീരന്മാർ ഇവളുടെ കൂടെ പോയി ആ മനുഷ്യരെ കൊന്ന് ഇവൾക്ക് അവരുടെ പച്ചമാംസം തിന്നാൻ കൊടുക്കണം, രക്തം കുടിക്കാൻ കൊടുക്കണം. ഖരൻ ശൂർപ്പണഖയോടും അവർക്ക് വഴികാട്ടാൻ പറഞ്ഞു. ഉന്നതന്മാരായ 14 വീരന്മാർ ശൂലം, ഖഡ്ഗം, ചാപം ആദി പലവിധ ആയുധങ്ങളുമായി പോയി രാമനെ കണ്ടു. എല്ലാവരും ചുറ്റും കൂടി പ്രത്യേക അസ്ത്രങ്ങൾ പൊഴിച്ചു. രാമൻ അവ ഓരോന്നായി ഭേദിച്ചു കളഞ്ഞു. ശൂർപ്പണഖ അത് കണ്ടു ഭയന്നുപോയി. രാമൻ ക്ഷണം അവരെ പ്രേതാലയത്തിൽ അയച്ചു. കൂടെ വന്ന 14 പേരും മരിച്ചത് കണ്ട് രാക്ഷസി ആ ദുഃഖം പൊരിഞ്ഞ കരസമീപം എത്തി അലമുറയിട്ടു കരഞ്ഞു. ഖരൻ ചോദിച്ചു, നിന്റെ കൂടെ വന്നവർ എവിടെ? അവർ ഇനി തിരിച്ചു വരാത്ത വിധത്തിൽ തെക്കോട്ടു പോയി എന്ന് പറഞ്ഞു. അവർ മരിച്ചു എന്നറിഞ്ഞ ഖരൻ ഭയങ്കര ദേഷ്യത്തോടെ ആയുധങ്ങളുമേന്തി 14,000 പടയോടും സഹോദരന്മാരെയും കൂട്ടി യുദ്ധത്തിൽ പുറപ്പെട്ടു. കരഭൂഷണ തൃശിരസുകൾ 14,000 പടയോടുകൂടി യുദ്ധത്തിന് വരുന്ന വാർത്ത കേട്ട് രാമൻ ലക്ഷ്മണനോട് പറഞ്ഞു, നീ സീതയെയും കൂട്ടി ഉള്ളിൽ അവൾക്കൊരു ഭീതിയും കൂടാതെ രക്ഷിച്ചിരിക്കണം. ലക്ഷ്മണൻ വിവശനായി ആജ്ഞ പാലിച്ചു. നിമിഷങ്ങൾക്കുള്ളിൽ സേനാബലത്തോടൊപ്പം ബലവാന്മാരായ രാക്ഷസന്മാർ മൂവരുമെത്തി. പട രാമനോട് ഏറ്റുമുട്ടിയപ്പോൾ ക്ഷണനേരം കൊണ്ട് രാമൻ അവരെയെല്ലാം നിഗ്രഹിച്ചു. ഓരോരുത്തർക്കും തോന്നി, രാമൻ എന്നോടാണ് യുദ്ധം ചെയ്യുന്നത് എന്ന്. രാക്ഷസ പടയെ എല്ലാം ഒടുക്കിയത് കണ്ടു ഭൂഷണൻ രാമനോടേറ്റു സായികാവലി തൂകി. ഉഗ്രനായ രാമൻ ഓരോന്നിനെയും പ്രായമാക്കി. 4 ബാണങ്ങളെ ഇത് 4 കുതിരയെയും കൊന്നു. സാരഥിയോടൊപ്പം കേതുവും കളഞ്ഞു. അപ്പോൾ അവൻ 1000 ഭാരമുള്ള ഗദയുമേന്തി ഭൂമിയിൽ ചാടി വീണു. രാമൻ അതിനെ കളഞ്ഞു, കൈയും ഛേദിച്ചു. പിന്നെ ഒരു പ്രഹരം കൊണ്ട് അവന്റെ തലയും തകർത്തു. ഭൂഷണൻ മരിച്ചത് കണ്ട് തൃശിരസോടിയടുത്തു ബാണങ്ങളെയ്തു. 10, 20, 100, 1000 എന്നീ കണക്കിൽ ബാണങ്ങൾ എയ്തുകൊണ്ടിരുന്നു. രാമൻ അതെല്ലാം ഭേദിച്ചു. ഒടുവിൽ രാമൻ ത്രിശിരസിന്റെ 3 തലയും അറുത്തു പന്താടി കളിച്ചു. ത്രിശിരസ് മരിച്ചത് കണ്ട് ഖരൻ കോപത്തോടെ രാമന്റെ മുന്നിലെത്തി ബാണങ്ങൾ എയ്തു തുടങ്ങി. കരബാണങ്ങൾ കൊണ്ടും രാമബാണങ്ങൾ കൊണ്ടും ഭൂമിയും ആകാശവും കാണാൻ പറ്റാത്ത വിധം മൂടി. ഖരൻ അമ്പെയ്ത് രാമന്റെ ചട്ടയും നുറുക്കി ദേഹവും മുറിവേൽപ്പിച്ചു. ഇത് കണ്ട താപസന്മാരും ദേവാദികളും കഷ്ടം കഷ്ടമെന്നു പറഞ്ഞു. പിന്നെ രാമന് ജയാരവം മുഴക്കിക്കൊണ്ട് താപസന്മാർ അറിയിച്ചു, അഗസ്ത്യൻ തന്ന ബാണം കൊണ്ട് ഇവനെ വധിക്കാൻ. അപ്പോൾ രാമന്റെ കയ്യിൽ അഗസ്ത്യൻ കൊടുത്ത ബാണം കാണായി വന്നു. ആ ബാണം കൊണ്ട് ഖരന്റെ ചാപബാണാദികളും കവചവും ഭേദിച്ചു. തേരു തകർത്തു ഭൂമിയിൽ ഇറങ്ങിയ ഖരനെ രാമൻ പെട്ടെന്ന് ബാണം എയ്യാൻ തുടങ്ങിയപ്പോൾ അവൻ മറ്റൊരു തേരിൽ കയറി വന്നു. അസ്ത്രപ്രയോഗം തുടർന്നു. അസ്ത്രങ്ങളും അസ്ത്രങ്ങളും തുരുതുര പ്രയോഗിച്ചു. അഗ്നേയാസ്ത്രത്തെ വരണാസ്ത്രം കൊണ്ടും ഇന്ദ്രദത്തമായ അസ്ത്രം കൊണ്ട് ഖരന്റെ തല അറുത്തിട്ടു. ആ തല ചെന്ന് വീണത് ലങ്കേശന്റെ ഗോപുരത്തിന്റെ ഉത്തരദോരത്തിലാണ്. ആ തല കണ്ട് എല്ലാവരും അത് ആരുടെ എന്ന് അത്ഭുതപ്പെട്ടു നോക്കി നിന്നു.